അതിന് അവിടെ ഒരു മുട്ടയോ എന്തോ ഇരിക്കുന്ന കാണുന്നുണ്ടല്ലോ, അതെന്താ ടീച്ചറെ? ഞാൻ ഉച്ചഭക്ഷണത്തിന് വേണ്ടുന്ന മുട്ടയായിട്ട് അങ്ങോട്ട് വന്ന് സ്കൂളിലോട്ട് വന്നേ. സ്കൂളിലേക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള മുട്ട അല്ലേ? സ്കൂളിനകത്തോട്ട് പ്രവേശിക്കരുതെന്ന് മാനേജർ നിർദ്ദേശം കൊടുത്തു സെക്യൂരിറ്റിക്ക്. എന്ത് കാരണം? ചുരിദാർ ഇട്ടോണ്ട് വന്നാല് അകത്തേക്ക് കയറരുത്. KSR പ്രകാരം അല്ലെങ്കിൽ ചട്ടപ്രകാരം ചുരിദാർ ഇട്ടുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കാൻ പാടില്ലെന്നില്ലല്ലോ. ഇല്ല, മാന്യമായ ഏത് വസ്ത്രം വേണേലും ധരിച്ച് അകത്ത് കയറാം. മാനേജർക്ക് അങ്ങനെ തോന്നാനൊരു കാരണം, ഇതിനു മുമ്പ് ടീച്ചർ അങ്ങനെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ മാനേജർ വല്ലതും പറഞ്ഞിരുന്നോ? മാനേജർ ചുരിദാർ ഇട്ടോണ്ട് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്യാപികമാര് ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. ഉണ്ട്. പക്ഷെ ചുരിദാർ ഇട്ടുകൊണ്ട് കയറാമെന്നല്ലേ ചട്ടം? KRല് നമുക്ക് ചുരിദാർ ഇപ്പം ഗവൺമെന്റ് സർക്കുലർ ഉണ്ടല്ലോ, ചുരിദാർ ഇടാമെന്നുള്ള. അതെ, മാത്രമല്ല ചുരിദാറും വൃത്തിയായിട്ട് മാന്യമായിട്ടാണ് വസ്ത്രധാരണം ചെയ്തിരിക്കുന്നതും അല്ലേ? അപ്പൊ എന്താണ് ഈ മാനേജർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടോ ടീച്ചറിനോട്? മാനേജർ 9 മണിക്ക് സ്കൂളില് ഓഫീസിൽ വന്നില്ലെങ്കിൽ ഓഫീസിന്റെ വാതില് തുറക്കരുതെന്ന് OAമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അവര് തുറന്നില്ല, ഞാനാണ് ഓഫീസിന്റെ വാതില് തുറന്നത്. പിന്നെ അതുപോലെ ഇതിനു മുമ്പ് ഈ സെക്യൂരിറ്റി തന്നെ എന്റെ ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴ് ഗേറ്റില് വാതിക്കൽ എന്നെ തടഞ്ഞു. സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോഴ് അത് മാനേജരെ അറിയിപ്പിക്കാതെ പുറത്തു പോകാൻ പാടില്ല. അതുപോലെ ലീവ് എടുക്കുവാണെങ്കിൽ മാനേജരെ അറിയിപ്പിച്ചേ പറ്റൂ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമം. അല്ല, അങ്ങനെ ഒരു നിയമം ഇല്ലല്ലോ. ഇതൊരു എയ്ഡഡ് സ്കൂളിൽ KSR അനുസരിച്ചും KR അനുസരിച്ചും പ്രവർത്തിക്കുന്ന സ്കൂളല്ലേ? അപ്പം ഈ മാനേജറുടെ പേരെന്താ? സുരേഷ് കുമാർ. അപ്പം ഈ മറ്റു ടീച്ചർമാരോടും ഇങ്ങനെ തന്നെയാണോ ഈ സുരേഷ് കുമാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്? ഈ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്നുള്ളത് പുള്ളി ഉണ്ടാക്കിയ ഒരു നിയമമാണ് അല്ലേ? ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇത് എന്ന് മുതലാ പുള്ളി നടപ്പിലാക്കാൻ തുടങ്ങിയത്? ഗവൺമെന്റിന്റെ സർക്കുലർ വന്നതിന് ശേഷം അധ്യാപകരൊക്കെ ചുരിദാർ ഇട്ടുകൊണ്ട് വരും. മാനേജർ കാണുവാണെങ്കിൽ മാനേജർ വഴക്ക് പറയുകയും ചെയ്യും. വഴക്ക് പറയും അല്ലേ? മാനേജർ ഇടരുതെന്ന് പറയും. എന്റെ സ്കൂളില് ചുരിദാർ ഇടരുത്, അങ്ങനെയാ പറയുന്നത്. ഇപ്പൊ ടീച്ചർ എന്തായാലും സ്കൂളിൽ കയറിയല്ലോ അല്ലേ? പോലീസ് വന്നത് അകത്ത് കയറ്റി. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഈ മാനേജർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ? ഉണ്ട്. കേസോ വല്ലതും ഉണ്ടോ നിങ്ങൾ തമ്മിൽ? എന്തെങ്കിലും കേസ്? മാനേജര് എനിക്ക് സ്വസ്ഥമായിട്ട് എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു മാനേജരെ എല്ലാവർക്കും മാനേജരെ പേടിയാ മാനേജരെ പേടിയാ അല്ലേ? ഇപ്പൊ എന്തായാലും ടീച്ചർ ചുരിദാർ ഇട്ടുകൊണ്ട് വരണം എന്ന് വെച്ചാൽ ചുരിദാർ ഇട്ടുകൊണ്ട് വരും അല്ലേ? വരും. വേറെ കുറ്റമൊന്നും മാനേജർ പറയുന്നില്ലല്ലോ ടീച്ചറിനെതിരെ. അപ്പൊ ഇതൊരു കാരണം കണ്ടെത്തുകയാണോ? മുൻ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ ഈ സുരേഷ് കുമാറിന്? ചുരിദാർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയുള്ള വസ്ത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അധ്യാപകന്മാരൊക്കെ ചുരിദാർ ഇട്ടുകൊണ്ട് വരണം എന്ന് തന്നെ നമ്മൾ പറയാം. ഗുരുവായൂർ അമ്പലത്തിൽ പോലും ചുരിദാർ ഇട്ടുകൊണ്ട് കയറാനുള്ള ഉത്തരവിറങ്ങി. പിന്നല്ലേ സുരേഷ് കുമാറിന്റെ ഈ അമ്പലത്തിൽ വല്ല കാര്യമുണ്ടോ? എൻ്റെ പൊന്നു സുരേഷ് കുമാറെ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? നല്ല പേരിൽ നടന്നു പോകുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? അത് വൃത്തിയായിട്ടങ്ങ് നടന്നോട്ടെന്നേ. കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. കുട്ടികൾ കൂടുതലുള്ള മുട്ടയുമായിട്ടാണ് ആ ടീച്ചർ വന്നിരിക്കുന്നത്.